ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ സംസാരിക്കാൻ സാധ്യത. പ്രതിപക്ഷ എംപിമാർ ലോക്സഭാ സ്പീക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സമവായത്തിലെത്താൻ കഴിഞ്ഞുവെന്നാണ് സൂചന വരുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. ബൽറാം, രാഹുൽ ഗാന്ധി അതിരൂക്ഷമായി വിമർശനം ഉയർത്താനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ നിശ്ചിതമായപ്പോഴാണ് ഈ ഭരണപക്ഷത്തിന് വല്ലാത്ത അലോസരമുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. SKN, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി തനിക്ക് സംസാരിക്കാൻ അവസരം വേണം, മുൻ കരസേനാ മേധാവി ജനറൽ MM നർവാനിയുടെ പുസ്തകത്തെക്കുറിച്ച് എന്നാവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സഭ ഒരു ആഴ്ച തുടർച്ചയായി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഇന്നലെ അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് എന്നായിരുന്നു. എന്നാൽ ബജറ്റ് സംബന്ധിച്ചുള്ള പൊതു ചർച്ചയ്ക്കാണ് സമയം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് സ്പീക്കറും പിന്നീട് ചെയറും അദ്ദേഹത്തിന് അവസരം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് സഭാ തടസ്സത്തിന് കാരണമായത്. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസത്തിനിടെ 3 നീക്കങ്ങൾ സ്പീക്കർക്കെതിരെ കോൺഗ്രസ് നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അതിൽ ഒപ്പുശേഖരണം അടക്കം ആരംഭിച്ചു എന്നുള്ളതാണ്. കൂടാതെ സ്പീക്കർ നടത്തിയ വനിതാ അംഗങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തിന് എതിരെ കോൺഗ്രസിന്റെ വനിതാ അംഗം R സുധ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു. കോൺഗ്രസിന്റെ വനിതാ അംഗങ്ങൾ സ്പീക്കർക്ക് ഒരു കത്തും അയച്ചിരുന്നു സ്പീക്കർ നടത്തിയ പരാമർശത്തിന് എതിരായി. ഇത്തരം നീക്കങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സ്പീക്കറുമായി പ്രതിപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് ഉറപ്പ് നൽകിയതായി രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്. സഭ മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങൾക്കും താല്പര്യമെന്നായിരുന്നു രാഹുൽ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാഹുലിന് സംസാരിക്കാൻ അവസരം ലഭിക്കും. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ US വ്യാപാര കരാർ വിഷയത്തിലാണെങ്കിലും ജനറൽ നർവാനയുടെ പുസ്തകത്തിന് എതിരെയാണെങ്കിലും പ്രതിപക്ഷത്തിന് നിരയിൽ നിന്നും ഭരണപക്ഷത്തിനെതിരെ കടുത്ത ആരോപണം പ്രധാനമന്ത്രിയെ മുൻനിർത്തി തന്നെ ഉന്നയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിരോധവുമായി ഭരണപക്ഷവും രംഗത്തെത്തും. സഭ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്കും ഏറ്റുമുട്ടലിനും സാഹചര്യം ഒരുങ്ങാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതേസമയം ഈ സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകണം എന്നൊരു താല്പര്യമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് ഭരണപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് കഴിഞ്ഞ ദിവസം റിജ്ജു ഉൾപ്പെടെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാഹുൽ എന്തായിരിക്കും ഉന്നയിക്കുക സഭയിൽ എന്നുള്ളത്, സഭയിൽ ഇത്തരത്തിലുള്ള ഒരു ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ? വരും ദിവസങ്ങളിൽ ഈ ഒരാഴ്ചയോടെ സമ്മേളനത്തിന്റെ 1ാം പാദം പൂർത്തിയാകുകയാണ്. സുഗമമായി മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ നിർണായകമാകും. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.